ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെ ജിയോൻ്റെ ആണെങ്കിൽ ജിയോ 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത് നെറ്റ് സ്പീഡ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഇത് 4G മോഡാണ്. അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കേരള വിഷൻ്റെ വൈഫൈ ആണ്. ഞാൻ 2.4 GHz ആണെന്നുണ്ടെങ്കിൽ വൈഫൈ ആണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിലുള്ള സ്പീഡുമാണ് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോഴാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനകത്താണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വൈഫൈ ആണെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ജിയോ 5 ആണെങ്കിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെൻ്റെ കേരള വിഷൻ്റെ ആണെങ്കിൽ ഇൻ്റർനെറ്റാണ്, ബ്രോഡ്ബാൻഡാണ്. അപ്പോൾ ഞാൻ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ കണക്റ്റായി കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ കേരള വിഷൻ്റെ നെറ്റാണ്. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ കൊടുക്കാം. അപ്പോൾ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നതാണെങ്കിൽ 50 Mbps പ്ലാനാണ്. അപ്പോൾ ഏകദേശം എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പോയിട്ടാണെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കേരള വിഷൻ ആണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള വിഷൻ അതുപോലെ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് ഒക്കെ കാണിക്കാനായിട്ട് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ ഡൗൺലോഡ് സ്പീഡാണ്. അപ്പോൾ ഇതിനകത്ത് ഡൗൺലോഡ് സ്പീഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴാണ് കിട്ടുന്ന ഒരു സ്പീഡ് ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്കെപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഒരു സ്പീഡല്ല ഇതിനകത്താണെങ്കിൽ കിട്ടുക. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അപ്ലോഡ് സ്പീഡ് എല്ലായ്പ്പോഴും 50 Mbps പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് കൂടിയിട്ടാണ് നിൽക്കുന്നത്. 50 മുകളിലായിട്ടാണ് പലപ്പോഴാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഡൗൺലോഡ് സ്പീഡിലാണ് നമുക്കാണെങ്കിൽ ഒരു ഇഷ്യൂ ആണെങ്കിൽ കണ്ടിട്ടുള്ളത്, ഒരു വേരിയിങ് ആയിട്ടാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 10.84 ആണ് എനിക്ക് വന്നത്. അപ്ലോഡ് സ്പീഡ് ആണെങ്കിൽ 54.81 ആണ് വന്നത്. ഇനി നമുക്ക് ജിയോ 5 പോവാം. അപ്പോൾ നമുക്കാണെങ്കിൽ നേരെ വരാം. നമുക്ക് ഇൻ്റർനെറ്റ് ആണെങ്കിൽ മാറ്റിയിട്ട് ജിയോ 5 ആണെങ്കിൽ കൊടുക്കാം. ജിയോ 5 ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഗൂഗിളിനകത്തേക്കാണെങ്കിൽ പോവാം. ഗൂഗിളിൽ പോയിട്ടാണെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറാം. ഓക്കെ, അപ്പോൾ ജിയോ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് എടുക്കണതായിട്ടാണെന്ന് നമുക്ക് കാണുന്നു. ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെർവറും കാര്യങ്ങളിലോട്ടൊക്കെ ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജിയോ കൊച്ചി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആണെങ്കിൽ ഗോ കൊടുക്കാം. അപ്പോൾ ഗോ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും നോക്കാം. ഇതിപ്പോൾ 4G മോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് വന്നു തുടങ്ങി, എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് സ്പീഡാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് ഇത്രയാണ് ഇതിനകത്താണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മോഡൽ നമ്മൾ ലാപ്പിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇനി നേരെ അപ്ലോഡ് സ്പീഡാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അപ്ലോഡ് സ്പീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു 50 ആ റേഞ്ചിലോട്ടാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഒരു 50 പോയിൻറ്റ് സംതിങ് ആ റേഞ്ചിലോട്ട് തന്നെ വരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ 50.78 ഡൗൺലോഡ് സ്പീഡാണെങ്കിൽ 7.20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗൺലോഡ് സ്പീഡ് Mbps ആണ് നമുക്ക് കിട്ടിയത്. അപ്ലോഡ് സ്പീഡാണെങ്കിൽ 50.78 ആണ് കിട്ടുന്നത്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്ത സ്പീഡ് നമുക്ക് ഇത് വെച്ചിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 4G മോഡും നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് 4G ആണ്. ഇത് 4G ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം. ജിയോ 5 ആണ്. അപ്പോൾ നമ്മൾ നോക്കിയത് കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെയാണെങ്കിൽ ജിയോ 5ഉം ജിയോൻ്റെ ആണെങ്കിൽ ജിയോ 5ഉം തമ്മിലുള്ള സ്പീഡാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്ക് കേരള വിഷനകത്തൊരു 10 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് കിട്ടിയത്. അപ്ലോഡ് സ്പീഡാണെങ്കിൽ 50 മുകളിലാണെങ്കിലുണ്ട്. ജിയോ 5 7 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് വന്നത്. അപ്ലോഡ് സ്പീഡാണെങ്കിൽ 50 പോയിൻറ്റ് സംതിങ് ആണെങ്കിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലകത്താണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമൽ യൂസേജിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ജിയോ 5 ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഓൾമോസ്റ്റ് അപ്ലോഡ് സ്പീഡാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടാണെങ്കിൽ വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി വൈസാണ് നമുക്ക് വരുന്നത്. 7 പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നെറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരള വിഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ 5 GHz ആണെന്നുണ്ടെങ്കിൽ മോഡത്തിലോട്ടാണെങ്കിൽ പോകേണ്ടി വരും. എന്നാൽ മാത്രമായിരിക്കും നമുക്കൊരു സ്റ്റേബിൾ ലെവലായിട്ടാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ കിട്ടുന്നുണ്ടായിരിക്കുക. അത് നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം കൂടി നോക്കാം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയതുപോലെ തന്നെ നമുക്ക് ഫോണിനകത്ത് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ കേരള വിഷൻ്റെ ആണെങ്കിൽ വൈഫൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നേരെ പോവാം. നേരെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിനകത്തേക്കാണെങ്കിൽ പോവാം. ഗൂഗിളിനകത്തേക്ക് പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നേരെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആപ്പ് വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഫോണിനകത്താണെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഗോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗോ കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാല്യൂറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫോണിൽ നമുക്ക് കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡാണ് വരുന്നത്. അപ്പോൾ സ്പീഡാണെന്നുണ്ടെങ്കിൽ വാല്യൂ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഡൗൺലോഡ് സ്പീഡ് നമുക്കാണെങ്കിൽ 49.66 ആണെങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് ഫോണിനകത്താണെങ്കിൽ. അപ്പോൾ ഫോണിനകത്ത് നമുക്ക് ആ ഒരു പ്രോമിസ് ചെയ്യണ ആ ഒരു സ്പീഡ് 50 Mbps ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഡൗൺലോഡ് സ്പീഡും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് യൂസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നുണ്ട്. ലാപ്പിനകത്തോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു വിഷയമാണെങ്കിൽ വരുന്നത്. ഇതിൻ്റെ സ്പീഡ് കമ്പാരിറ്റീവ്ലി ആണെങ്കിൽ കുറച്ച് കുറയുന്നതാണെങ്കിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നോർമലി നമുക്ക് ഫോൺ യൂസേജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ കേരള വിഷൻ നമുക്കാണെങ്കിൽ നേരിട്ടാണെന്നുണ്ടെങ്കിൽ എടുക്കാം, കണ്ണും പൂട്ടി എടുക്കാം. ഇൻ കേസ് നമ്മൾ ലാപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 5G ഗാഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണോ അല്ലെന്നുണ്ടെങ്കിൽ 2.4 ആണെങ്കിൽ യൂസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്കാണെങ്കിൽ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാനിതിനകത്ത് വീണ്ടും പോയിട്ടാണെങ്കിൽ Jio 5 ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Jio 5ലോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ നേരെ നമുക്ക് Jio 5ലോട്ടാണെന്നുണ്ടെങ്കിൽ വന്നിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് ടെസ്റ്റ് കൊടുക്കാം. ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ സെർവറിലോട്ടാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എത്രത്തോളം സ്പീഡാണെന്നുണ്ടെങ്കിൽ ഈ Jio 5 തരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 4G ആണ് ആ ഒരു Jio 5 ആണെങ്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 20 ലെവല്. ഓക്കെ, നമുക്കാണെങ്കിൽ 18.61 ആ ഒരു ലെവലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിനകത്ത് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കേരള വിഷനിലോട്ടാണെങ്കിൽ പോവാം. ഇൻ കേസ് നമ്മൾ പുറമേക്ക് കൊണ്ടുപോയി യൂസ് ചെയ്യാൻ ഉള്ള പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ Jio 5ലോട്ടാണെങ്കിൽ പോവാം. കാരണം Jio 5 ആകുമ്പോൾ ഈ ഒരു ചെറിയ ഡിവൈസാണ്, നമുക്കിത് സിമ്പിളായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് ആണെങ്കിൽ വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്കകത്താണെങ്കിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ് നമുക്കാണെന്നുണ്ടെങ്കിൽ ജിയോൻ്റെ Jio 5 ആണെങ്കിലും അതുപോലെ തന്നെ കേരള വിഷൻ ആണെങ്കിലും തരുന്നുണ്ട്. നമുക്ക് വലിയൊരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിലും നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ആണെങ്കിൽ കാണുന്നില്ല. ഈ ഒരു നെറ്റ് സ്പീഡൊക്കെ ആണെങ്കിലും ഓക്കെ ആയിരിക്കും നോർമൽ യൂസേജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ.